അമൂരിന. പരിശുദ്ധ റമദാനിൻ്റെ ഒടുവിലത്തെ 10 ആ അനുഗ്രഹീത തണലിൽ സത്യവിശ്വാസികൾ കൂടുതലായി അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ യാ കരീം. അല്ലാഹുവേ, നീ പുറത്തു നൽകുന്നവനാണ്, എല്ലാം പൊരുത്തപ്പെടുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, പുറത്തു നൽകുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നീ യാ കരീം, ഫഅഫു അന്നീ. അല്ലാഹ്, കൃപയുടെ റബ്ബേ, വളർമയുടെ റബ്ബേ, നീ എനിക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരു വൃദ്ധൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, പ്രവാചകരെ, ഒരു മനുഷ്യൻ രാവിലെ മുതൽ ഇന്ന് രാത്രി വളരെ അർദ്ധരാത്രിയുടെ സമയം വരെ വളരെ മോശ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അയാളുടെ ചെയ്തുകളെ കുറിച്ച് ആ വൃദ്ധൻ പറഞ്ഞത് വളരെ മോശം തെമ്മാടിത്തരങ്ങൾ മാത്രം ജീവിതത്തിൽ കൊണ്ടു നടന്നൊരു മനുഷ്യൻ. അല്ലാഹുവിന്റെ റസൂല ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ കേട്ടിട്ട് എന്തേ ആ വൃദ്ധൻ പറഞ്ഞു, അയാളൊന്ന് കരഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കുമോ? അയാൾ അള്ളാഹുവിനോട് ഒന്ന് പശ്ചാത്തപിച്ചു വിളിച്ചാൽ അള്ളാഹു ആ വിളി കേൾക്കുമോ? നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു മാപ്പ് കൊടുക്കും. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അയാൾ വലിയ വൃദ്ധനാണ്, അയാൾ എത്രയോ നാളുകൊണ്ട് ഈ തിന്മയാണ് ചെയ്യുന്നത് നബിയെ, എന്നാലും അള്ളാഹു മാപ്പ് കൊടുക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് നിഷ്കളങ്കമായ പശ്ചാത്താപം അള്ളാഹുവിനോട് തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കും. അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ച് ആ വൃദ്ധൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒടുവിലത്തെ 10 നരകമോചനത്തിൻ്റെ 10. നരകീയ ശിക്ഷകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. നിങ്ങളൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ? നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു കുറേ പാവങ്ങൾ മാപ്പാക്കി തരും. നമ്മൾ നോമ്പ് തുറ നൽകുമ്പോഴും സ്വതക്ക നൽകുമ്പോഴും ഹദിയ നൽകുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുമ്പോഴും നോമ്പ് വിറ്റ് നൽകുമ്പോഴും വിധവകളെ സഹായിക്കുന്നതും പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചുവിടാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന മുവാസാത്തിന്റെ പരോപകാര ജലോപകാര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും എത്രത്തോളം പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഒരു അഴുക്കിന്റെ കഷ്ണം, ഒരു മോശം അതെടുത്തുന്നൊരു കാതൂറാത്ത് അഴുക്കെടുത്ത് പുറത്തേക്ക് കളയുമ്പോഴും എല്ലാം അള്ളാഹു നിങ്ങൾക്ക് കുറെ പാവങ്ങൾ മാപ്പാക്കി തരും. കൂടാതെ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുവോ, ദുആയിരന്നുവോ, പശ്ചാത്തപിച്ചുവോ എന്നതാണ് ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ കരഞ്ഞവന് അള്ളാഹു മാപ്പ് കൊടുക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. الله بالقرآن سورة الفرقان. ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ചു, അള്ളാഹുവിനോട് നന്നായി പശ്ചാത്തപിച്ചു. ഈ പറയുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നമ്മൾ ചെയ്തത് ഓർക്കണം. ഒരു റമദാൻ കിട്ടിയിട്ട് ഒന്ന് കരയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാണ്. നമ്മളൊന്ന് കരയണം. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയകാഠിന്യതയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ടൊന്ന് കരയണം. അള്ളാഹുവിനോടാണല്ലോ നമ്മൾ കരയുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുമ്പോൾ നമ്മൾ കരയുന്നുണ്ടല്ലോ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കരയുന്നുണ്ടല്ലോ. റബ്ബിനോട് ഒന്ന് കരഞ്ഞോ, ചെയ്ത പാപങ്ങൾ ഓർത്തിട്ടൊന്ന് കരഞ്ഞോ. അള്ളാഹുവിനോട് ഒരുവൻ പശ്ചാത്തപിച്ചാൽ അവൻ ഒരു നല്ല വിശ്വാസമുള്ളവനായി മാറി എന്ന് പറഞ്ഞാൽ അവനെ റഖീബ് അതീദ്, മുൻഖർ നഖീർ, റഖീബ് അതീദ്, ലാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ്, അറിയാത്ത ഒന്നും അവൻ ചെയ്യുന്നില്ല എന്ന ഒരു വിശ്വാസം ഉണ്ടായാൽ, അവന്റെ നന്മതിന്മകൾ എഴുതുന്ന മലക്കറിയാത്ത ഒരു പോക്ക് വരവും അവനില്ല എന്നവനൊന്നറിഞ്ഞാൽ, തീർച്ചയായിട്ടും
അവൻ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി പശ്ചാത്തപിക്കും. അള്ളാഹു നമുക്ക് പാപങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ. മാത്രമല്ല, അവന്റെ പശ്ചാത്താപം, അവന്റെ വിശ്വാസം, പരമോന്നത ശക്തി എന്നെ കീറി മുറിക്കും. ശക്തമായ നിലയ്ക്ക് അള്ളാഹുവിന്റെ ചോദ്യശരങ്ങൾ എന്നിലേക്ക് വരും. ധാരാളം ചോദ്യത്തിന് സുആലിന് ജവാബ് കൊടുക്കേണ്ടി വരും. പേടിയാണ്. ഖബറെന്ന ഒരു വലിയ ലോകത്തെ കുറിച്ചുള്ള ചിന്ത ഭയമാണവന്, വല്ലാത്ത പേടിയാണ്. ഇതാണ് അവന്റെ വിശ്വാസത്തെയും അവൻ ശരിയാക്കിയാൽ ഇനി ഞാനൊന്ന് നന്നാവട്ടെ എന്ന്. ഒടുവിലത്തെ അനുഗ്രഹീതമായ 10 ഇഅ്തികാഫിന്റെ ഇരിക്കൽ വളരെ പുണ്യമുള്ള ഇബാദത്താണ്. കിടങ്ങുകൾക്ക് അപ്പുറത്തേക്ക് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര ദൂരത്തിലുള്ള കിടങ്ങ് നരകത്തിനെ അവനിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടുകൂറ്റൻ കിടങ്ങുകൾ, നരകത്തെ അവനിൽ നിന്ന് അകറ്റി നിർത്തുന്ന കിടങ്ങുകൾ. ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ ഇരുന്നാൽ അത് എത്ര ഇരുന്നാലും പ്രതിഫലം കൂടി കിട്ടും. ഈ ഇരുത്തത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കണം. നവൈതുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല. ഈ പള്ളിയിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇഅ്തികാഫ് ഇരിക്കാൻ ഞാൻ കരുതി. ഞാൻ ഈ പള്ളിയിൽ ഇരിക്കുന്ന സമയം അത്രയും അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇഅ്തികാഫ്, അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചാൽ നമ്മൾ പോകുവോളം അത്രയും പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അത്ഭുതം, ഒരു മാജിക്, ഒരു വലിയ അത്ഭുതമാണ് പിന്നെ അവിടെ നടക്കുന്നത്. അവൻ ചെയ്തു കൂട്ടിയ തിന്മകളെ അല്ലാഹു ഹസനാത്തുകളായിട്ട് മറച്ചു കൊടുക്കും. എത്ര തിന്മ അവൻ ചെയ്തിട്ടുണ്ടാവും. ആ ഉപ്പ ചോദിച്ചെന്താണ്? ഇത്രയും നാട് തിന്മ ചെയ്ത ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ചാലോ, ആ ഒരു കരച്ചിൽ അല്ലാഹു സ്വീകരിച്ചാൽ, അവന്റെ കണ്ണിന്റെ ഇമയിൽ തട്ടുന്ന കണ്ണുനീർ അല്ലാഹു പൊരുത്തപ്പെട്ടെന്ന് സ്വീകരിച്ചാൽ, അതുവരെ ചെയ്ത തിന്മകളെ അല്ലാഹു ഹസനാത്താക്കി മാറ്റിക്കൊടുക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു ഒത്തിരി പൊറുക്കുന്നവനാണ്, ഒത്തിരി കരുണയുള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധമായ ഈ ഒടുവിലത്തെ 10 നമുക്ക് നരകമോചനം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മൾ പശ്ചാത്തപിക്കണം. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ വിഭജിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊന്നു. ആ മനുഷ്യൻ വിവാഹിതനാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം വ്യഭിചാരം നടന്നു. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കോടതി വിധിച്ചു, അയാളെ എറിഞ്ഞു കൊന്നു. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ആരാണ്? തിരുനബിതങ്ങളുടെ അടുക്കൽ അവൻ ആരാണ്? ആ എറിഞ്ഞു കൊല്ലപ്പെട്ട ആളെ കുറിച്ച് ആ കുടുംബത്തിലൊരു ബന്ധു അറിഞ്ഞു. മുത്തുനബിയുടെ അടുക്കലേക്ക് ചോദിക്കാൻ വേണ്ടി വരികയാണ്. എന്താണ് ആ മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കാൻ സ്വഹാബികളും വന്നു. ചോദ്യത്തിന്റെ ശൈലി, ഓ നബിയോരെ, ഓ പ്രവാചകരെ, ഖബീസുല്ലദീ റുജിമൽ യൗം, വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനെ ഇന്ന് എറിഞ്ഞുകൊണ്ടില്ലേ എന്നാണ് ചോദിച്ചത്. അത് റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. മുത്തുനബിക്ക് വല്ലാത്ത കോപം വന്നു. ഇന്ന് എറിഞ്ഞു കൊന്ന ഏറ്റവും തെമ്മാടിയായ മോശക്കാരൻ അത് ഇയാളെ ബന്ധുവാണ്, നബിയെ പരിചയപ്പെടുത്താമെന്ന് ആ ഒരു പദം ഉപയോഗിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂലൂ ഖബീസ്, അങ്ങനെ പറയരുത്, അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിക്കരുത്, മോശക്കാരൻ എന്ന് പറയല്ലേ. ഫവല്ലാഹി ലഹു അത്യബു ഇൻദല്ലാഹി റീഹുൽ മിസ്ക്, അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ മണം പരത്തി നടക്കുന്ന നല്ല പരിമളം പരത്തുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യൻ. അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ ആ ഒരു എറിഞ്ഞ് കൊല്ലുക എന്ന ശിക്ഷ നടപടി ദീനിൻ്റെതാണ്. അതൊരു പശ്ചാത്താപത്തിന്റെ വഴിയും അവിടെയുണ്ട്. അത് നടപ്പാക്കിയപ്പോൾ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുത്തു. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പരിമളമുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, അള്ളാഹുവിന്റെ അടുക്കൽ പശ്ചാത്തപിച്ച ഒരു മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒത്തിരി സ്വലാത്ത് ഇടണം. ധാരാളം പശ്ചാത്താപത്തിന്റെ ഒരു വഴിയാണ്, ഒരു തൗബ പോലെയാണ് സ്വലാത്ത്. ധാരാളം പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. അതേപോലെ ധാരാളം നന്മകൾ ചെയ്യുമ്പോഴും പാപങ്ങൾ പൊറുക്കും. കൂടാതെ അള്ളാഹുവിന്റെ അടുക്കൽ ഇരു കരങ്ങളും ഉയർത്തി കരഞ്ഞ് ദുആയിരക്കുകയും വേണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നൗഷാദ് കണിയാപുരം നമ്മുടെ തറാവീഹിന് ശേഷമുള്ള ശിരണി കൊണ്ടുവന്നിട്ടുണ്ട്. 313 രൂപ ദുആ ചെയ്യാൻ സംഭാവന നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയ സഹോദരന്റെ പ്രിയപ്പെട്ട
വാപ്പച്ചിയുടെ ഖബറിടം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസാക്കി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയോ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ തൊഴിലിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ ശർറ് വിപത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും സംരക്ഷണം നൽകുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് നൽകിയിട്ടുള്ള കുടുംബാദികൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله കൃപയുള്ള പടച്ചവനെ, ദയാലുവായ തമ്പുരാനെ, പാപികളായ ഞങ്ങൾ നിന്നിലേക്ക് കൈയുയർത്തുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് ഹയാത്തിൽ ദീർഘനാൾ നിന്റെ പൊരുത്തത്തിലായിട്ട് തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മൗത്തായാൽ അല്ലാഹ് മുഅ്മിനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഖൈറായ മൗത്തിന്റെ ശുഭലക്ഷണങ്ങളിൽ ഞങ്ങളിൽ നീ കാണിക്കണേ അല്ലാഹ്. തൗബ ചെയ്തവരാക്കണേ അല്ലാഹ്. പാപമോചനം നൽകണേ അല്ലാഹ്. തഖ്വയുള്ള മുഅ്മിനാക്കിയിട്ടല്ലാതെ ഈമാൻ സലാമത്താക്കിയിട്ടല്ലാതെ നീ വിളിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്റെ റഹ്മത്തിലേക്കാണ് അവർ വന്നത്. ഒരു പേടിയുമില്ല. നിന്റെ റഹ്മത്തിൽ വന്നാൽ സലാമത്താണ്. നിന്റെ റഹ്മത്തിൽ വന്നാൽ രക്ഷയാണ്. വരുന്നത് നിന്റെ റഹ്മത്തിലേക്കാണ്, നിന്റെ കാരുണ്യത്തിലേക്കാണ്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ അതുമാത്രമാണ്. നിന്നിൽ വന്നാൽ നീ സ്വീകരിക്കുമല്ലോ റബ്ബേ. വന്നവരെ എല്ലാം ഖബൂലാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് നീ അവരെ പുതപ്പിക്കണേ അല്ലാഹ്. അവരെ പൊതിയണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ പരിമളമാ ഖബറുകളിലേക്ക് നീ നൽകണേ അല്ലാഹ്. ഇബാദുസ് സാലിഹീങ്ങൾ ദുആഇൻ ഇജാബത്തുള്ള മുഅ്മിനീങ്ങളുടെ ആമീനാണ് സ്വീകരിക്കണേ റബ്ബേ. ഇന്നത്തെ നോമ്പ് നൽകിയ കുടുംബാദികൾ അനുഗ്രഹിക്കണം അല്ലാഹ്. ആ കുടുംബത്തിന് തഖ്വ നൽകണം അല്ലാഹ്. ഇഖ്ലാസ് നൽകണം അല്ലാഹ്. ശർറ ബലാ മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണം അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ്. അവരുടെ തൊഴിലുകളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. അവരുടെ സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായി തിരികെ നൽകണം അല്ലാഹ്. അല്ലാഹ് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം റയ്യാനിന്റെ ബാബിലൂടെ സുന്ദര സുവനത്തിലേക്കുള്ള ക്ഷണം നൽകണം റബ്ബേ. നീ സ്വീകരിക്കണം റബ്ബേ. നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്നവർക്ക് നൽകണം അല്ലാഹ് റബ്ബേ. നോമ്പിന്റെ തുടക്കം മുതൽ ഇതുവരെ നോമ്പുകൾ നൽകിയ എല്ലാ മുഅ്മിനീങ്ങളെയും നീ ഖബൂലാക്കണം റബ്ബേ. അതുകൊണ്ട് ഒരു വർഷക്കാലം അവരിൽ ബറക്കത്ത് നിലനിർത്തി കൊടുക്കണം റഹ്മാൻ. നിന്റെ പട്ടാളങ്ങളെ വിട്ടവർക്ക് കാവലേർപ്പെടുത്തണം അല്ലാഹ്. തുടർന്നുള്ള പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ പുണ്യ അമലുകൾക്ക് കരുതിയവരെ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ ഉള്ളുപൊട്ടുന്നു ഞങ്ങളുടെ പൊന്നുമക്കള്, ഫലസ്തീന്റെ പൊന്നുകൾ, ഫലസ്തീന്റെ കുഞ്ഞ് അല്ലാഹ്. നിന്റെ പള്ളിയിൽ ചിഹ്നിച്ച് തറപ്പെട്ട് കിടക്കുന്ന കബന്ധങ്ങൾ റബ്ബേ, ഓരോ ജനാസകൾ കാണുമ്പോ ചിത്രപഥം ചെയ്യപ്പെട്ട് കിടക്കുമ്പോ അല്ലാഹ് ശുഹദാക്കളാണ്. അവർ സ്വർഗം നൽകല്ലോ, സ്വർഗം നൽകല്ലോ, സ്വർഗം നൽകല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഹൃദയത്തിൽ ശക്തമായ വേദനയോട് ദുആയിരക്കുന്നു. ആ ശത്രുക്കളെ നീ പാഠം പഠിപ്പിക്കണം അല്ലാഹ്. അവരെ ഒതുക്കണം അല്ലാഹ്. അവന്മാരെ ഇല്ലത്തിലാക്കണം അല്ലാഹ്. ആ തെമ്മാടികളെ നീ അടിച്ചൊതുക്കണം അല്ലാഹ് റബ്ബേ. അവരെ മൂലയിലിരുത്തണം അല്ലാഹ്. വലിയ കെണികൾ അവർക്ക് നീ ഇട്ടുകൊടുക്കണം അല്ലാഹ്. മാതൃകാ ശിക്ഷ നൽകണം അല്ലാഹ് റബ്ബേ. റബ്ബേ, നീ ഹിദായത്ത് കൊടുക്കാൻ പ്ലാനില്ലെങ്കിൽ റബ്ബേ, അവന്മാരുടെ ശർറിൽ നിന്ന്, സയനിസ്റ്റ് ജൂതന്മാരുടെ ശർറിൽ നിന്ന് ഖുദ്സിന്റെ പൊന്നോമനകൾക്ക് മോചനം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുകളെ നീ സലാമത്താക്കണം അല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ മുഅ്മിനീങ്ങളായ ഞങ്ങൾക്കെല്ലാം നൽകണം റബ്ബേ. അവിടുന്ന് കാവല തേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനെ. ബിഹഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.